നമ്മുടെ ഡയറക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ ഡയഗ്രാഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷനാണ് ഡയറക്റ്റഡ് പാത്തുകൾ. ഇപ്പോൾ ഡയറക്റ്റഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റഡ് വാക്ക്, ഡയറക്റ്റഡ് ട്രയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോർമൽ പാത്ത് തന്നെ, പക്ഷെ എന്തും കൂടി ഉണ്ട്, അതിനാ ഡയറക്ഷനും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിട്ടുള്ള പാത്തിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് പാത്ത് എന്ന് പറയാം. വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫിന്റെ പാത്തല്ല, എന്താ പറയുക, ആ നമ്മൾ ഡയഗ്രാഫ് ആണല്ലോ, അപ്പോൾ ഓരോ ആർക്കിനും ഓരോ ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ അനുസരിച്ച് അതിന് പാത്ത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതെടുത്തു, ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാത്ത് ഇങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് പോകും, ഇത്രയേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇങ്ങനെ ഒരു പാത്താണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഡയറക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ പാത്ത് തന്നെ, പക്ഷെ പാത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഡയറക്ഷനും കൂടി അതിനനുസരിച്ച് ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റഡ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു തിയറാണ് നമുക്ക് പറയാനുള്ളത്. ഒരു തിയറും അതിൻ്റെ ഒരു കൊളോററിയും, വേറൊരു തിയറും അതിൻ്റെ ഒരു കൊറോളറിയും, അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ തിയർ എന്താണെന്ന് നോക്കാം. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഒന്ന് ശരിയാക്കട്ടെ. തിയറം തിയറം 10.1, അതായത് ഇതിലത്തെ ആദ്യത്തെ തിയറാണ് കേട്ടോ. എ ഡയഗ്രാഫ് ഡി, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഒരു ഡയഗ്രാഫ് contains a directed path of length chi minus 1. ഒരു ഡയഗ്രാഫ് ഡി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റഡ് പാത്ത് കണ്ടെയ്ൻ ചെയ്യും, ലെങ്ത് chi minus 1 ആണ്. ഡയറക്റ്റഡ് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് പറയുന്നതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൂഫ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് എടുത്തു. ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഡയഗ്രാഫാണ് ഡി എന്ന് പറയുന്നത്. എ ഡാഷ് എന്ന് പറയുന്ന ഒരു മിനിമൽ സെറ്റ്, എ ഡാഷ് എന്ന് പറയുന്നത് മിനിമൽ സെറ്റാണ്. സച്ച് ദാറ്റ് ഏത് കണ്ടീഷനിലാണ് ഈ മിനിമം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ആർക്കുകളുടെ സെറ്റാണ് കേട്ടോ. ആർക്കിൻ്റെ സെറ്റാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഡിയിലുള്ള കുറച്ച് ആർക്കുകൾ ഒരു സെറ്റാക്കി എടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് മിനിമം ഇൻ സച്ച് എ കണ്ടീഷൻ ദാറ്റ് ഡി ഡാഷ് എന്ന് പറയുന്ന ഡി മൈനസ് എ ഡാഷ്, ഈ എ ഡാഷ് എന്ന് പറയുന്ന ആർക്കുകൾ ഡിന്ന് ഡിലീറ്റ് ചെയ്താൽ ബാക്കിയുള്ള ഗ്രാഫ് ഉണ്ടാവില്ല, ഡയഗ്രാഫ് ഉണ്ടാവില്ല. അതാണ് ഡി ഡാഷ് എങ്കിൽ ഈ ഡി ഡാഷിലെ കണ്ടെയ്ൻസ് നോ ഡയറക്റ്റഡ് സൈക്കിൾ. ഈ ഡി ഡാഷിൽ എന്തുണ്ടാവില്ല, ഡയറക്റ്റഡ് സൈക്കിൾസ് ഉണ്ടാവാത്ത രീതിയിലുള്ള മിനിമൽ സെറ്റാണ് ആര്, എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ചെറുതായ എന്താ ഈ ഡി ഡാഷിൽ ഡയറക്റ്റഡ് സൈക്കിൾ ഉണ്ടാവും എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ ഡി ഡാഷ് എന്ന് പറയുന്ന ആ എ കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സെറ്റിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡയഗ്രാഫിൽ ഡയറക്റ്റഡ് സൈക്കിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമൽ സെറ്റാണ് എ ഡാഷ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഡി ഡാഷിലെ
ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് ഡയറക്റ്റഡ് പാത്ത് എന്ന് പറയുന്നത് k ആണെന്ന് വിചാരിക്കാം. ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് പാത്ത്, വെറും പാത്ത് അല്ല, ഡയറക്റ്റഡ് പാത്ത് ആണ് കേട്ടോ. ഡയറക്റ്റഡ് പാത്ത് എന്ന് പറയുന്നത് k ആണ്. അപ്പോൾ ഡി ഡാഷിലൊരു പാത്ത് ഉണ്ടായിരിക്കും. പാത്ത് ഉള്ളതിൽ ഏറ്റവും വലിയ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് k. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെർട്ടിസസ് ഉണ്ട് കേട്ടോ, പാത്തല്ലേ, ഞാൻ വെറുതെ അങ്ങനെ വരച്ചു നോക്കണം. അത് k ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 1 തൊട്ട് 2 എക്സെട്ര k+1 വരെയുള്ള കളേഴ്സ് ആർക്ക് കൊടുക്കാൻ പോവാണ്? ഡി ഡാഷിലെ വെർട്ടിസസിന് കൊടുക്കാൻ പോവാണ്. വെർട്ടെക്സ് കളറിംഗ് ആണ് കേട്ടോ ഇവിടെ, എഡ്ജ് കളറിംഗ് അല്ല. 1 തൊട്ട് k+1 വരെയുള്ള നമ്പേഴ്സ് അല്ലെ കളേഴ്സ് നമ്മൾ എവിടെ കൊടുക്കുന്നു? ഡി ഡാഷിന്റെ വെർട്ടിസസിന് കൊടുക്കുന്നു. എങ്ങനെ? ഐ എന്ന് പറയുന്ന കളർ, ഇപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു ആർബിട്രറി വെർട്ടെക്സ് ആണ് വി എങ്കിൽ ഐ എന്ന് പറയുന്ന ഒരു കളർ വിക്ക് കൊടുക്കണമെങ്കിൽ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് i-1 ആവണം. അങ്ങനെയാണെങ്കിൽ വിക്ക് നമുക്ക് ഐ കൊടുക്കാം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു വെർട്ടെക്സ് ഉണ്ട്, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിന്റെ ലെങ്ത് 2 ആണെങ്കിൽ ഇതിന് നമുക്ക് 3 കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഐ എന്ന് പറയുന്ന വെർട്ടെക്സിന് കളർ കൊടുക്കുന്നത്, അല്ല വി എന്ന് പറയുന്ന വെർട്ടെക്സിന് കളർ കൊടുക്കണമെങ്കിൽ ആ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് പാത്ത് ഇതിന്റെ ലെങ്ത് i-1 ആണെങ്കിൽ ഇതിന് ഐ എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മൾ കളേഴ്സ് അസൈൻ ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ k+1 കളറിംഗ് ഇല്ല, ഇങ്ങനെ നമ്മൾ k+1 കളേഴ്സ് ഇതിന് കൊടുക്കുമല്ലോ ഈ കണ്ടീഷൻ വിചാരിച്ചിട്ട്. ഈ k+1 വെർട്ടെക്സ് കളറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ വെർട്ടെക്സ് കളറിംഗ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രോപ്പർ വെർട്ടെക്സ് കളറിംഗ്, k+1 എന്ന് പറയുന്ന ഈ കളേഴ്സ് വെച്ച് കളർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ വെർട്ടെക്സ് കളറിംഗ് ആണ്. പ്രോപ്പർ വെർട്ടെക്സ് കളറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് വെർട്ടിസസിനൊന്നും സെയിം കളർ ഉണ്ടാവാൻ പാടില്ല എന്നാണ് കേട്ടോ. ഓഫ് ഡിയുടെ ഒരു പ്രോപ്പർ വെർട്ടെക്സ് കളറിംഗ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഡി ഡാഷിന്റെ ഏത് പാത്ത് എടുത്താലും, ഡി ഡാഷിലുള്ള ഏത് പാത്ത്, ഇപ്പോൾ ഇങ്ങനെ ഒരു പാത്ത് ഡി ഡാഷിലുണ്ട്, അറ്റം യുവും വിയും ആണ്, ഇങ്ങനെ അടുക്കലുണ്ട് ഡി ഡാഷിൽ കേട്ടോ. ഡി ഡാഷിൽ നിന്ന് ഏത് പാത്ത് എടുത്താലും അതിന്റെ രണ്ട് ഒറിജിനൽ ടെർമിനൽസ് ഉണ്ടാവില്ല, രണ്ട് അറ്റത്തുള്ള വെർട്ടിസസിന് ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യും. ഓക്കെ, നമുക്ക് വേണ്ടത് പ്രോപ്പർ ആണ്, അഡ്ജസൻറ്റ് കളർ വെർട്ടിസസിനൊന്നും സെയിം കളർ ഇല്ല എന്നാണ്. അപ്പോൾ അതിനാദ്യം ഡി ഡാഷിൽ ഏത് ഇതെടുത്താലും രണ്ടറ്റത്തും വേറെ വേറെ കളേഴ്സ് ആണെന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? യു വി പാത്ത് എടുത്തു, യുവും വിയും ആണ്. സപ്പോസ് വി എന്ന് പറയുന്ന വെർട്ടെക്സ് എവിടെയുണ്ട്? വി ഐയിലുണ്ട്. എന്ന് വെച്ചാൽ വിയുടെ കളർ ഐ ആണ്, അതുകൊണ്ടാണല്ലോ വി ഐയിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ വിക്ക് ഞാൻ ഐ ആണ് കളർ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഇതിന് ഐ എന്ന് പറയുന്ന കളർ കൊടുക്കണമെങ്കിൽ എന്താ പ്രത്യേകത? അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു എന്ത് വരണം? നമ്മൾ എങ്ങനെയാണ് കളറിങ് കൊടുക്കണേ? ഇപ്പം ഐ വിക്ക് കൊടുക്കണമെങ്കിൽ ആ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലോങ്ങസ്റ്റ് പാത്തിന്റെ ലെങ്ത് i-1 ആവണം ഡി ഡാഷിൽ. അപ്പോൾ വിയിൽ നിന്ന് ഒരു പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, ഈ വിയിൽ നിന്ന് തന്നെ, ഇവിടെ കളർ ഐ ആണ്. എങ്ങനെ ഉണ്ടാവും? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് i-1 ലെങ്ത് ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് യു തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വി വരെ എത്തി, വിയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റാർട്ട്, ഇവിടെ ഡബ്ല്യു എന്തെങ്കിലും കൊടുക്കാം, ഇതാണ് ആ ലോങ്ങസ്റ്റ് പാത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡി ഡാഷിൽ എന്തില്ല? സൈക്കിൾസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റഡ് സൈക്കിൾസ് ഇല്ലാത്തത് കൊണ്ട് യുന്ന് സ്റ്റാർട്ട് ചെയ്ത് വി വരെ എത്തി, പിന്നെ വിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡബ്ല്യു വരെ എത്തുന്നത് എന്താ? ഒരു പാത്ത് തന്നെയാണ്, ഡയറക്റ്റഡ് പാത്ത് തന്നെയാണ്. പക്ഷെ അതിന്റെ ലെങ്ത് ഒരിക്കലും എന്തിനെക്കാട്ടിയും കൂടുതലാവും? i-1 കൂടുതലാവും അല്ലേ? കാരണം ഇവിടെ തൊട്ട് ഇവിടെ വരെ ഓൾറെഡി i-1 ഉണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത് എന്തായാലും i-1 കൂടുതലാണ്. മിനിമം ഐ എങ്കിലും നമുക്ക് ലെങ്ത് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യുവിന് ഒരിക്കലും നമുക്ക് ഐ എന്ന് പറയുന്ന കളർ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഐ എന്ന് പറയുന്ന കളർ കൊടുക്കണമെങ്കിൽ സെയിം കണ്ടീഷനും തന്നെ വേണ്ടേ? യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലോങ്ങസ്റ്റ് പാത്തിനും ലെങ്ത് i-1 വേണം. പക്ഷെ ഇവിടെ യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാത്താണിത്, അതിന്റെ ലെങ്ത് i-1 കൂടുതലാണ്. അതുകൊണ്ട് യുവിന് ഒരിക്കലും ഐ എന്ന് പറയുന്ന കളർ കൊടുക്കാൻ പറ്റില്ല. സോ വിനും യുവിനും ഡിഫറെന്റ് കളേഴ്സ് ആണ്. അപ്പോൾ യു ആൻഡ് വി ഹാവ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പോൾ ഏത് പാത്ത് എടുത്താലും ഓക്കെ, അപ്പോൾ അത് അപ്പോൾ നമുക്കത് മനസ്സിലായി. ഏത് പാത്ത് എടുത്താലും അതിന്റെ രണ്ടറ്റത്തും എടുക്കുന്ന വെർട്ടിസസിന് രണ്ട് കളറാണ് കൊടുത്തിരിക്കുന്നത്. എവിടെ? ഡി ഡാഷിൽ. ഇനി നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യുന്നത്, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇതല്ല എന്നുള്ളതല്ലേ? ഇതല്ല എന്നുള്ളതല്ലേ നമുക്കിനി പ്രൂവ് ചെയ്യണ്ടേ? ഏതല്ല എന്നുള്ളത്? സെയിം കളർ അല്ല. അപ്പം ഞാനൊരു ആർക്ക് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യു വി
വി എന്ന് പറയുന്ന ഒറിജിനും ടെർമിനസും ഉള്ള ഒരു ആർക്ക് അല്ലെങ്കിൽ ടെയിലും ഹെഡും ഉള്ള ഒരു ആർക്കാണ് എ എങ്കിൽ യുവിൻ്റെയും വിൻ്റെയും വേറെ വേറെ കളറാണ് കൊടുക്കുന്നത്. എന്നാലാണ് എന്ത് കളർ പ്രോപ്പർ കളറിങ് ആവുള്ളൂ നമുക്ക് അല്ലേ. അപ്പം ഞാൻ എ എന്ന് പറയുന്ന ഒരു ആർക്ക് എടുത്തു, യു വി എന്ന് പറയുന്ന ഒരു ആർക്ക് എ ആണ്. അപ്പോൾ രണ്ട് ചാൻസസ് ഉണ്ട്. ഒന്നെങ്കിൽ യു വി എന്ന് പറയുന്ന ആർക്ക് എവിടെ വരും, ഡി ഡാഷിൽ വരും. ഒന്നെങ്കിൽ ഡി ഡാഷിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ സെറ്റിൽ വരും. ആ രണ്ട് ചാൻസസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഡി ഡാഷിലെ ആർക്കിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡി ഡാഷിലുള്ള എല്ലാം ഇതിപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ആർക്കാണെങ്കിൽ ഇതൊരു പാത്ത് തന്നെയാണ് അല്ലേ, ഒറ്റ ലെങ്ത് ഉള്ള പാത്തായിട്ട് കൺസിഡർ ചെയ്യുക അതിനെ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡി ഡാഷിലെ ഏത് പാത്ത് എടുത്താലും രണ്ടറ്റും ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. അപ്പോൾ ഇതും ഒരു പാത്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഒറ്റ ലെങ്ത് ഉള്ള പാത്ത്, ഒറ്റ എഡ്ജ് മാത്രമുള്ള പാത്തായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനും യുവിനും വിക്കും എന്ത് തന്നെയാണ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഒറ്റയടിക്ക് അത് കളഞ്ഞു. ഇനി നമ്മൾ വിചാരിക്കുകയാണ് യുവും വിയും നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ആ സെറ്റിലാണ്. അത് എ ഡാഷ് എന്ന് പറയുന്ന സെറ്റിലാണ് ഈ എഡ്ജ്, അല്ലെങ്കിൽ ഈ എഡ്ജ് അല്ല ഇവിടെ ആർക്ക്, ഈ ആർക്കാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ഇവിടെയാണ് ഈ എ ഡാഷിലാണ് ആര് എടുക്കുന്നത്, യു വി എടുക്കുന്നത്. അപ്പോൾ ഡി ഡാഷിൽ ആരില്ല, യു വി എന്ന് പറയുന്ന ആർക്കില്ല. അപ്പോൾ ഡി ഡാഷിൻ്റെ കൂടെ ഞാൻ യു വി എന്ന് പറയുന്ന ആർക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, എ ഡാഷിൽ നിന്ന് ഒന്ന് കുറയും അല്ലേ, എ ഡാഷിൽ നിന്ന് ഒരു എഡ്ജ് പോവും. അപ്പോൾ ഈ മിനിമാലിറ്റി കണ്ടീഷൻ പോവും. അപ്പോൾ ഈ കണ്ടീഷൻ പോവും, കണ്ടെയ്ൻസ് നോ ഡയറക്റ്റഡ് സൈക്കിൾ. ഇങ്ങനെ നോ ഡയറക്റ്റഡ് സൈക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സെറ്റായിരുന്നു എ ഡാഷ്. അപ്പോൾ ഈ ഡി ഡാഷിൻ്റെ കൂടെ യു വി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, ഡയറക്റ്റഡ് സൈക്കിൾ ഉണ്ടാവും. കാരണം ആ മിനിമാലിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു ഡയറക്റ്റഡ് സൈക്കിള് എവിടെയുണ്ട്, ഡി ഡാഷ് പ്ലസ് യു വിയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ സി ആണ് ഡയറക്റ്റഡ് സൈക്കിൾ എന്ന് വിചാരിക്കാം, ഡി ഡാഷും യു വി എന്ന് പറയുന്ന ആർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതെ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈക്കിൾ ഉണ്ട്. ഇതാണ് സി. അപ്പോൾ സി മൈനസ് യു വി എന്താ നോക്കാം, എന്തായി, നമ്മൾ ഈ ഒരു ആർക്ക് കളയണം, സി മൈനസ് യു വി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് കിട്ടും, യു വി. അപ്പോൾ തിരിച്ചാട്ടോ, അത് വേണ്ട, സോറി, ഇങ്ങനെയാണ് വേണ്ട, മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇത് യു വി പറയുമ്പോൾ ഇങ്ങോട്ട്, കുഴപ്പമില്ല, ഇങ്ങോട്ട് തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ യു വി എന്ന് പറയുന്ന ആർക്ക് ഞാൻ കളഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായി, ഒരു ഡയറക്റ്റഡ് പാത്തായി അല്ലേ. ഈ യു വി എന്ന് പറയുന്ന എഡ്ജ് കളഞ്ഞാൽ ഇതൊരു പാത്തായി. എവിടെ, ഡി ഡാഷിലൊരു പാത്തായി. ഡി ഡാഷിലുള്ള പാത്തായി എന്താ സംഭവിക്കുക, ഡി ഡാഷിലെ എല്ലാ പാത്തുകൾക്കും രണ്ടറ്റ് രണ്ട് കളറാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, യുവിനും വിനും ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ ആ കേസിലും യുവിനും വിനും ഡിഫറെൻറ്റ് കളേഴ്സ്. സോ എല്ലാ കേസിലും രണ്ട് ആർക്ക് അല്ലെങ്കിൽ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ ആ ആർക്കിൻ്റെ രണ്ട് വെർട്ടിസസും ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു പ്രോപ്പർ കളറിംഗ് ആണ്. സോ ഈ K+1 കളേഴ്സ് വെച്ച് കളർ ചെയ്യുന്നത് ഒരു K+1 പ്രോപ്പർ കളറിംഗ് ഓഫ് ഡിയുടെ ഒരു പ്രോപ്പർ കളറിംഗ് ആണ്. ഇനി പ്രോപ്പർ കളറിംഗ് വരുമ്പോൾ നമുക്കറിയാം കൈയാണ് മിനിമം. എന്താ കൈ എന്ന് പറയുന്നത്, എന്താ ക്രോമാറ്റിക് നമ്പർ ആണ് കേട്ടോ. അതായത് മിനിമം നമ്പർ ഇൻ വിച്ച് പ്രോപ്പർ കളറിംഗ് ഈസ് പോസിബിൾ. ഒരു പ്രോപ്പർ കളറിംഗ് പോസിബിൾ ആവുന്ന മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ആണ് നമ്മുടെ കൈ എന്ന് പറയുന്നത്. സോ K+1 കളേഴ്സ് വെച്ച് കളർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു K+1. കൈയോ അതിൽ കൂടുതലോ ആയിരിക്കും ആര്, K+1. സോ K ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ -1 വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, K ലെങ്ത് ഉള്ള ഒരു ഡയറക്റ്റഡ് പാത്ത് എവിടെയുണ്ട്, ഡിയിലുണ്ട് എന്ന് പറയാം. ഓക്കെ, കൈ -1 ആണ്. സോ ഓരോന്നിനും ഓരോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി യോജിപ്പിച്ചാൽ എന്ത് കിട്ടി, നമുക്കൊരു ഡയറക്റ്റഡ് പാത്ത് കിട്ടി വിത്ത് ലെങ്ത് K എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ കൈ -1 ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൈ -1 ഉള്ള ഡയറക്റ്റഡ് പാത്ത് ഉണ്ട്. അതായത് കൈ -1 ലെങ്ത് വരുന്ന ഡയറക്റ്റഡ് പാത്ത് എവിടെ ഉണ്ടായിരിക്കും, ഡി എന്ന് പറയുന്ന ആ ഒരു ഡയഗ്രാഫിൽ ഉണ്ടായിരിക്കും. സോ ഏത് ഡയഗ്രാഫ് എടുത്താലും അതിൽ എന്തുണ്ട്, പാത്ത് ലെങ്ത് കൈ -1 ലെങ്ത് വരുന്ന ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറമായിട്ട് ഇതിൽ വരുന്നത്. ഇനി ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയും അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഈ തിയറത്തിൻ്റെ പറയാനുണ്ട്. സോ തിയറത്തിൻ്റെ അല്ല, ഇനി നമ്മൾ പറഞ്ഞു ഒരു ഗ്രാഫിൽ നിന്ന് ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിന് എന്താ പ്രത്യേകത, ബാക്കിയെല്ലാം ഒരുപോലെയാണ്, എന്തില്ല, ഡയറക്ഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ച് എല്ലാ എഡ്ജസിനും ഡയറക്ഷൻ കൊടുത്താൽ ആരായി മാറി, ഡയറക്റ്റഡ് ഗ്രാഫായി. അങ്ങനെ ജിയിൽ നിന്ന് ഡി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിനെയാണ് ജിയുടെ ഓറിയന്റേഷൻ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. അതിനെയാണ് നമ്മൾ ജിയുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു കംപ്ലീറ്റ് ഗ്രാഫ്, ഇപ്പൊ കെ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ നമ്മൾ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആക്കി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ടൂർണമെന്റ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഓറിയന്റേഷൻ, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എടുത്തിട്ട് അതിനാണ് നമ്മൾ ഡയറക്ഷൻസ് കൊടുത്ത് ഡയറക്റ്റഡ് ഗ്രാഫ് ആക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ടൂർണമെന്റ്. ഒരു ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓറിയന്റേഷൻ ഓഫ് എ കംപ്ലീറ്റ് ഗ്രാഫ് കേട്ടോ. ഇനി അടുത്തത് ഹാമിൽട്ടോണിയൻ പാത്ത്. നമുക്കറിയാം ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വെർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. എല്ലാ വെർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയറക്റ്റഡ് പാത്തായി എന്തായി? ഡയറക്റ്റഡ് ഹാമിൽട്ടോണിയൻ പാത്തായി. നോർമലി സാധാരണ ഹാമിൽട്ടോണിയൻ പാത്ത് എല്ലാ വെർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന പാത്ത്. ഇനി ഡയറക്റ്റഡ് ഹാമിൽട്ടോണിയൻ പാത്ത് പറയുമ്പോൾ എന്ത് വരും? എല്ലാ വെർട്ടിസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡയറക്റ്റഡ് പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായി? ഡയറക്റ്റഡ് ഗ്രാഫിൽ അങ്ങനെ ഒരു പാത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹാമിൽട്ടോണിയൻ, ഡയറക്റ്റഡ് ഹാമിൽട്ടോണിയൻ പാത്തായി. അത്രേ ഉള്ളൂ. ഇനി അതിനൊരു കൊറോളറി ഉണ്ട്. അതിന് പ്രൂഫ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒരു കൊറോളറി പഠിച്ചു വെച്ചാൽ മതി. എവരി ടൂർണമെന്റ് ഹാസ് എ ഡയറക്റ്റഡ് ഹാമിൽട്ടോണിയൻ പാത്ത്. Every tournament has a directed ഹാമിൽട്ടോണിയൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഹാമിൽട്ടൺ പാത്ത്. എല്ലാത്തിലും ഒരു ഹാമിൽട്ടൺ പാത്ത് ഉണ്ടായിരിക്കും. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ തിയറത്തിൽ എല്ലാ ഡിയിലും ഒരു പാത്ത്, ഡയറക്റ്റഡ് പാത്ത് ലെങ്ത് K-1 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കൈ എന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. സോ എല്ലാ വെർട്ടെക്സിനും വേറെ വേറെ കളേഴ്സ് കൊടുത്താലേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടീസസ് തന്നെയാണ്, V തന്നെയാണ്. സോ ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത്, ഈ ഒരു ടൂർണമെന്റിൽ ഒരു ഡയറക്റ്റഡ് പാത്ത് വിത്ത് V-1 ലെങ്ത് കിട്ടും. V-1 ലെങ്ത് ഉള്ള ഒരു പാത്ത് കിട്ടണമെങ്കിൽ അതിന് എല്ലാ വെർട്ടിസസിനെയും കവർ ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ഡയറക്റ്റഡ് പാത്ത് കിട്ടണമെങ്കിൽ V-1, മൊത്തം V വെർട്ടിസസ് ആകെ ഉള്ളൂ. സോ V-1 ലെങ്ത് ഉള്ള ഒരു ഡയറക്റ്റഡ് പാത്ത് അതിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ വെർട്ടിസസിനെയും കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ആരായി? ഹാമിൽട്ടോണിയൻ പാത്തായി. സോ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാത്രം ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് തിയറത്തിന്റെ കൊറോളറി. ഇനി നമുക്ക് അടുത്തൊരു തിയറം ഉണ്ട് ഇതിൽ, തിയറം 10.2. തിയറം 10.2. തിയറം 10.2 പറയുന്നത്, ഞാൻ എഴുതട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ തിയറം ഇതാണ്. ലൂപ്ലെസ് ഡയഗ്രാഫ്, ഒരു ലൂപ്ലെസ് ഡയഗ്രാഫ് ഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് കിട്ടും. അതായത് ഒരു സെറ്റ് ഓഫ് വെർട്ടിസസ് കിട്ടും, ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് വെർട്ടിസസ് കിട്ടും, ക്യാപിറ്റൽ എസ്, സച്ച് ദാറ്റ് ആ എസ്സിലില്ലാത്ത ഏത് വെർട്ടെക്സും, എസ്സിലില്ലാത്ത ഡിയിലുള്ള ഏത് വെർട്ടെക്സും എസ്സിലുള്ള ഏതെങ്കിലും വെർട്ടെക്സിൽ നിന്ന് എന്താണ്? റീച്ചബിൾ ആണ്. റീച്ചബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ? എസ്സിലുള്ള ഒരു വെർട്ടെക്സിൽ നിന്ന് അതിലേക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ടാവും, അതിനാണ് നമ്മൾ റീച്ചബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തിയറം അതാണ് പറയുന്നത്. എസ്സിലില്ലാത്ത ഏത് വെർട്ടെക്സ് എടുത്താലും ആ എസ്സിലുള്ള ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് റീച്ചബിൾ ആണ് ബൈ എ ഡയറക്റ്റഡ് പാത്ത് ഓഫ് ലെങ്ത്. എങ്ങനെ? വെറുതെ റീച്ചബിൾ അല്ല, എങ്ങനെ വെച്ചിട്ട്? ലെങ്ത് അറ്റ്മോസ്റ്റ് 2 വരുന്നൊരു പാത്ത് വെച്ചിട്ട്. ലെങ്ത് അറ്റ്മോസ്റ്റ് 2, ഒന്നോ അതിൽ കൂടുതലോ അല്ല, ഒന്നോ രണ്ടോ അത്രേ നമുക്ക് എന്ത് വരാൻ പാടുള്ളൂ? ലെങ്ത് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു പാത്ത് വെച്ചിട്ട് എന്താ? ഡയറക്റ്റഡ് പാത്ത് വെച്ചിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് എസ് എങ്കിൽ ഇത് എസ് ഇല്ലാത്ത വെർട്ടെക്സ് അല്ല, എസ്സിൽ ഇല്ലാത്ത വെർട്ടെക്സ് ഇവിടെ എസ് ഉള്ള. അപ്പൊ ഇവിടുത്തെ ഏത് വെർട്ടെക്സ് എടുത്താലും ഇവിടുത്തെ ഒരു വെർട്ടെക്സിൽ നിന്ന് 1, 2 അറ്റ്മോസ്റ്റ് 2 വരുന്ന ഒരു പാത്ത് വെച്ച് നമുക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ പാത്തിൽ തന്നെ എത്താൻ പറ്റും, ഒറ്റ വെർട്ടെക്സ് കൊണ്ട് തന്നെ, ആർക്ക് കൊണ്ട് തന്നെ എത്താൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 2, അങ്ങനെ നമുക്ക് ഇവിടേക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ തിയറത്തിൽ പറയുന്നത് കേട്ടോ. സോ നമ്മളിത് ഇൻഡക്ഷൻ ഓൺ വി എന്ന് പറയുന്ന നമ്പർ ഓഫ് വെർട്ടീസസിനെ ഇൻഡക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ V = 1 ആകുമ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 2 സെറ്റ് ആക്കാനൊന്നും പറ്റില്ല വീനെ. അപ്പോൾ പിന്നെ ഒറ്റ വെർട്ടെക്സ് ഉള്ളൂ, നമുക്ക് ആർക്കൊന്നുമില്ല. അപ്പോൾ അത് ട്രൂ ആണ്, ഓട്ടോമാറ്റിക്കലി ട്രൂ ആണ്, ട്രിവിയലി ഹോൾഡ് ചെയ്യും എന്ന് പറയാം. ഇനി ലെസ് ദാൻ വിക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമ്മൾ V ആണ് നമ്പർ ഓഫ് വെർട്ടീസസ് എടുത്ത് അതിനും കൂടിയും ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് വെർട്ടീസസ് ലെസ് ദാൻ V വരുന്ന എല്ലാ ഡയഗ്രാഫുകൾക്കും ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്പർ ഓഫ് വെർട്ടീസസ് v വരുന്ന ഒരു വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനും ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടീസസ് v ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. ഡയഗ്രാഫാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ഓക്കെ, v നമ്പർ ഓഫ് വെർട്ടീസസ് ഉള്ള ഒരു ഇതാണ് D. അപ്പം ഞാൻ D ഡാഷ് ആയിട്ട് എന്തെടുക്കുന്നു? സെറ്റ് അല്ല D ഡാഷ് ആയിട്ട് എടുക്കുന്നത് ആരെയാ? D മൈനസ് സെറ്റ് V യൂണിയൻ n പ്ലസ് ഓഫ് V. ഓക്കെ, D മൈനസ് വിയും D ഡാഷ് ആയിട്ട് ഞാൻ ഓൾറെഡി ഡിയിൽ V ഉണ്ടല്ലോ, ഒരു വെർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. V എന്ന് പറയുന്നത് വെർട്ടെക്സ് സെറ്റിൽ ഒരു ആർബിട്രറി വെർട്ടെക്സ്. D ഡാഷ് ആയിട്ട് ഞാൻ എന്തെടുത്തു? ഡിയിൽ നിന്ന് ഈ V എന്ന് പറയുന്ന വെർട്ടെക്സും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എഡ്ജസും കളഞ്ഞിട്ടുള്ള ഗ്രാഫായിട്ട് ആരെയും എടുത്തു? D ഡാഷ് എടുത്തു. സോ D ഡാഷിന് നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് ലെസ് ദാൻ V ആയി. ഇപ്പോൾ വിയിലും കുറവായി. സോ D ഡാഷിന് കണ്ടീഷൻ നമ്മുടെ ഹൈപ്പോത്തിസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മൾ ലെസ് ദാൻ V വരെ ട്രൂ ആണെന്നാണ് എടുത്തിരിക്കുന്നത്. സോ D ഡാഷിനും ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ D ഡാഷിന്റെ വെർട്ടീസസിന് നമുക്ക് ഒരു സെറ്റ് S ഡാഷ് കിട്ടും. ഓക്കെ, D ഡാഷിന്റെ ആയിട്ട് നമ്മൾ S ഡാഷ് എടുത്തു. സച്ച് ദാറ്റ് S ഡാഷിൽ ഇല്ലാത്ത ഏത് വെർട്ടെക്സസ്, ഇത് S ഡാഷ് അല്ലാത്തത്, ഇത് S ഡാഷ് ആയത്, S ഡാഷിൽ ഇല്ലാത്ത ഏത് വെർട്ടെക്സ് എടുത്താലും അതിന് S ഡാഷിലുള്ള ഒരു വെർട്ടെക്സ് വെച്ച് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീച്ചബിൾ ആണ് വിത്ത് ഡിഗ്രി അറ്റ്മോസ്റ്റ്, ഡിഗ്രി അല്ല വിത്ത് ലെങ്ത് അറ്റ്മോസ്റ്റ് 2. അതാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ്. ഇനി നമുക്ക് വിന്റെ കാര്യം നോക്കാം. അപ്പോൾ ഈ V എന്ന് പറയുന്ന വെർട്ടെക്സ് S ഡാഷിൽ വരാതിരിക്കാം. അങ്ങനെ രണ്ട് കണ്ടീഷൻ ഉള്ളത് അല്ലേ? അതായത് എസിന്റെ പുറത്താന്ന് വിചാരിക്കുക. ഓക്കെ, എസിന്റെ പുറത്താണ്, S ഡാഷിൽ ഇല്ല എന്ന് വിചാരിക്കുക, S ഡാഷിൽ ഉണ്ടെന്ന് വിചാരിക്കാം. സോറി ഫസ്റ്റ് നമ്മൾ S ഡാഷിലുള്ള U എന്ന് പറയുന്ന ഏതെങ്കിലും വെർട്ടെക്സിന്റെ ഒരു നൈബർ ആണ് V എന്ന് വിചാരിക്കാം. മനസ്സിലായോ? S ഡാഷിലുള്ള U എന്ന് പറയുന്ന ഏതോ ഒരു വെർട്ടെക്സിന്റെ നൈബർ ആണ്. ഒറിജിനൽ ഗ്രാഫിലെ S ഡാഷിലുള്ള U എന്ന് പറയുന്ന ഏതെങ്കിലും വെർട്ടെക്സിന്റെ നൈബർ ആണ് ആരെന്ന് വിചാരിക്കുക? V എന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? S ഡാഷിലെ V ഇല്ല എന്ന് എടുക്കുക, പുറത്താണല്ലോ എടുക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുവിൽ നിന്ന് ഈ വിയിലേക്ക് ഒറ്റ ലെങ്ത് ഉള്ള പാത്ത് വഴി റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ S ഡാഷിലെ ഉള്ള ഒരു വെർട്ടെക്സിന്റെ നൈബർ ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? V എന്ന് പറയുന്ന വെർട്ടെക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ V എന്ന് പറയുന്ന വെർട്ടെക്സിന് S ഡാഷിലുള്ള ഒരു വെർട്ടെക്സിൽ നിന്ന് ഡയറക്റ്റ്ലി ഒറ്റ എഡ്ജ് വന്ന് നമുക്ക് വരാൻ പറ്റി. ഇനി അതർ ഹാൻഡ് അപ്പൊ നമുക്ക് ഈ S ഡാഷ് തന്നെ ഡിയുടെ S ആയിട്ട് എടുത്താൽ മതി. V പുറത്ത്, അപ്പൊ പുറത്തുള്ള ഒരു വെർട്ടെക്സ് യുവിൽ നിന്ന് നമുക്ക് റീച്ചബിൾ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അല്ല, അതർ ഹാൻഡ് V ഈസ് നോട്ട് ഇൻ ഔട്ട് നൈബർ. V എന്ന് പറയുന്നത് ഇതിലത്തെ ഒരു വെർട്ടെക്സിന്റെയും നൈബർ അല്ല എന്ന് വിചാരിക്കാം. V എന്ന് പറയുന്നത് ഇതിലത്തെ ഒറ്റ വെർട്ടെക്സിന്റെയും നൈബർ അല്ല. അതായത് ഇതിൽ കുറെ വെർട്ടെക്സുകൾ ഉണ്ടാവും, അതിന്റെ ഒന്നും ആരല്ല, ഒരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്യുന്ന ആളല്ല V എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ S ഡാഷിന്റെ കൂടെ ആരേനെയും കൂടി കൂട്ടുന്നു? U എന്ന് പറയുന്ന V എന്ന് പറയുന്ന ഇതിന്റെ ഒന്നിന്റെ അല്ലല്ലോ, നൈബർ അല്ലല്ലോ. V എന്ന് പറയുന്ന ഈ ആളെയും കൂടി S ഡാഷിലേക്ക് കൂട്ടുന്നു. അപ്പൊ എന്തായി? അതിന് നമ്മൾ S എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഡിയിലെ S ഇതാണ്, S ഡാഷും V യും. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഇതിന് പുറത്തുള്ള എല്ലാ വെർട്ടെക്സുകളും ഇതിലുള്ള വെർട്ടെക്സുകളിൽ നിന്ന് റീച്ചബിൾ ആണ്. V ഇതിന്റെ കൂടെ കിടന്നോട്ടെ, റീച്ചബിൾ ആണോ അല്ലയോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തും വന്നു? ഈ എസിനും നമ്മുടെ റിക്വയർഡ് പ്രോപ്പർട്ടി വന്നു. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള വെർട്ടെക്സുകൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഈ പുറത്ത് കിടക്കുന്ന എല്ലാ വെർട്ടെക്സിലേക്കും റീച്ചബിൾ ആണല്ലോ. അപ്പൊ പിന്നെ V ഇതിന്റെ ഉള്ളിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല. അതിൽ നിന്ന് ആരും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പോയാൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട. പക്ഷെ ഈ പുറത്തുള്ള വെർട്ടെക്സുകൾ ഓൾറെഡി ഇതിലുള്ള വെർട്ടെക്സുകളിൽ നിന്ന് റീച്ചബിൾ ആണ്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകം എടുത്ത് പ്രൂവ് ചെയ്യേണ്ട. അപ്പോഴും ആ കേസിലും എന്താ, ഇത് ട്രൂ ആണ്, എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യുവിന്റെ ഒരു നൈബറാണ് V എന്ന് പറഞ്ഞിട്ട് എടുത്താൽ, അതായത് ഇതിലുള്ള ഒരു വെർട്ടെക്സിന്റെ നൈബറാണ് V എന്ന് പറഞ്ഞിട്ട് എടുത്താലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള വെർട്ടെക്സിന്റെ ഒന്നും നൈബർ അല്ല V എന്ന് പറഞ്ഞിട്ട് എടുത്താലും നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ S ഇല്ലാത്ത ഏത് വെർട്ടെക്സ് എടുത്താലും S ഉള്ള വെർട്ടെക്സിൽ നിന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ തിയറമായിട്ട് വരുന്നത്. അപ്പോൾ ആ തിയറം കഴിഞ്ഞു. ഇനി നമുക്ക് ആ തിയറത്തിന് ഒരു കുഞ്ഞു കൊറോളറി അത് ഇവിടെ തന്നെ എഴുതാം. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, നേരത്തെ പോലെ തന്നെ.
corollary 10.2. A tournament contains a vertex from which every other vertex, അതായത് ഞാൻ എഴുതുന്നില്ല പറയണുള്ളൂ കേട്ടോ, നോട്ടിൽ നിങ്ങളുടെ ഉണ്ടാവും. എ ടൂർണമെന്റ്, ഇപ്പൊ നമ്മൾ ഒരു ഡയഗ്രാഫിന്റെ കാര്യം പഠിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ടൂർണമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടൂർണമെന്റിൽ എന്തെന്താ ഒരു വെർട്ടെക്സ് ഉണ്ടാവും. എങ്ങനെയുള്ള വെർട്ടെക്സ്? എല്ലാ ബാക്കിയുള്ള വെർട്ടെക്സുകളും ഈ വെർട്ടെക്സിൽ നിന്ന് റീച്ചബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വെർട്ടെക്സ് എവിടെ ഉണ്ടാവും? ടൂർണമെന്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് കൊറോളറി. നമുക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, പ്രൂഫ് ജസ്റ്റ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ടൂർണമെന്റ് ഒരു വെർട്ടെക്സ് കണ്ടെയ്ൻ ചെയ്യും. ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കംപ്ലീറ്റ് ഗ്രാഫിൽ നിന്ന് ഓറിയന്റേഷൻ ചെയ്ത് കിട്ടുന്ന ഡയഗ്രാഫിനെയാണ് നമ്മൾ ടൂർണമെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ടൂർണമെന്റിലെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും സച്ച് ദാറ്റ് ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സുകളും നമുക്ക് ആ വെർട്ടെക്സിൽ നിന്ന് ഒരു ഡയറക്റ്റഡ് പാത്ത് വഴി വിത്ത് ലെങ്ത് അറ്റ്മോസ്റ്റ് 2 ഉള്ള ഒരു ഡയറക്റ്റഡ് പാത്ത് വഴി റീച്ചബിൾ ആയിട്ടുള്ളത്. അതാണ് ഇതിന്റെ കൊറോളറി. അങ്ങനെ നമ്മൾ എന്ത് കഴിഞ്ഞു? ആ രണ്ട് തിയറും കൊറോളറിയും കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ കേട്ടോ. ഡയറക്റ്റഡ് ഗ്രാഫിന്റെ 10.2 എന്ന് പറയുന്ന സെക്ഷനിൽ ഈ രണ്ട് തിയറും ഈ രണ്ട് കൊറോളറിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു സെക്ഷനും കൂടി ഉണ്ട് ഡയറക്റ്റഡ് ഗ്രാഫിൽ. അതുകൂടി കഴിഞ്ഞാൽ ആ 10ാമത്തെ ചാപ്റ്ററും